തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത് സുവിശേഷത്തിൻ്റെ ആ പ്രസക്തിയെക്കുറിച്ചാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ അല്പം മതി വലിയ ഒരു സദ്യ ഉണ്ടാക്കുവാൻ. ഒരല്പം പുളിമാവ് മാവിൽ ചേർക്കുന്നത് പോലെയാണ്. ഉപ്പ് എന്നാണ് നമ്മളെക്കുറിച്ച് പറയുക. എന്താണ്? അല്പം മതി ഉപ്പ്, രുചി കൂടുവാൻ. എന്നാൽ നമ്മൾ പലപ്പോഴും രുചി കൂടുകയാണോ അതോ രുചി കുറയുവാണോ അതോ ഏതാണ്ട് വല്ലാത്ത രുചിയായി മാറുവാണോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. യഥാർത്ഥമായ ഒരു പുളിപ്പാണെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് കുറച്ചു മതി, ഒത്തിരിയേറെ ആവശ്യമില്ല. കാരണം നാം അനേകർക്ക് വേണ്ടിയുള്ളതാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തേക്കുന്നത്, നമുക്ക് വേണ്ടി മാത്രമല്ല. അടുപ്പ് 3 കല്ലാണ്. അടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് 3 കല്ലാണ്. അതിന്മേൽ തീ ഉണ്ടാക്കുന്നത് അതിൻ്റെ മുകളിൽ ഏതോ പാത്രം വെച്ച് അനേകർക്ക്, ആയിരങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. സ്നേഹമുള്ള സഹോദര സഹോദരി, നീയും ഞാനും അനേകർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമാ